ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മെയ് മന്തിലാണ് കേട്ടോ നമ്മൾ ഈ പുതിയ വീട്ടിലേക്ക് മാറി വന്നത്. എൻ്റെ അതുവരെ ഉണ്ടായിരുന്ന റൂട്ടീൻസിൽ നിന്നൊക്കെ ഒരുപാട് ചേഞ്ചസ് ആ ഒരു സമയത്ത് എനിക്ക് ഫീലായി. കാരണം പുതിയൊരു വീട്, പുതിയ സറൗണ്ടിങ്സ്, അതൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. പിന്നെ ഷിഫ്റ്റിങ്ങിൻ്റെ ഒരു കാര്യമാകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, വീടൊന്ന് നമുക്ക് സെറ്റ് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കാനായിട്ട് എന്തായാലും കുറച്ചധികം സമയം വേണ്ടി വരും. ഇങ്ങനെ ഈ ഒരു സമയത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് നല്ലോണം ഫീൽ ചെയ്യാൻ തുടങ്ങിയ എൻ്റെ എനർജി വളരെയധികം ലോ ആകുന്നതായിട്ട്. ഒരുപാട് വൈകിക്കാതെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചെറിയ ചെറിയ ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിച്ചു. അങ്ങനെ ചെറിയ ഹെൽത്തി ആയിട്ടുള്ള ചേഞ്ചസ് എൻ്റെ ജീവിതത്തിൽ വരുത്തി ഞാൻ പുതിയതായിട്ട് ബിൽഡ് ചെയ്ത എൻ്റെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഭക്ഷണ കാര്യത്തിൽ ഞാൻ വരുത്തിയ ഏറ്റവും വലിയ ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെങ്കിലും അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള പ്രോട്ടീൻ സോഴ്സ് ഉൾപ്പെടുത്താനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ ബാലൻസ്ഡ് മീൽസ് ആയിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഇഡ്ഡലിയും സാമ്പാറുമാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. കാലത്ത് ഒരുപാട് ധൃതി പിടിച്ച് നമ്മൾ വൈകി എഴുന്നേറ്റ് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് പീസ്ഫുള്ളി അത് സ്റ്റാർട്ട് ചെയ്യുന്നതായതുകൊണ്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഞാൻ കുക്കിംഗ് തന്നെ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇഡ്ഡലി അടുപ്പത്ത് വെക്കുന്ന സമയത്ത് തന്നെ പാരലലി ഞാൻ സാമ്പാർ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ചായ, അതുപോലെ ബോയിൽഡ് എഗ്സ് ഇതും കൂടി പ്രിപ്പയർ ചെയ്യണം. പ്രോട്ടീനായിട്ട് ഞാൻ ബോയിൽഡ് എഗ്സ് ആണ് കഴിക്കുന്നത്. രാവിലത്തെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമല്ലോ. കുട്ടികൾക്ക് ലഞ്ച്, സ്നാക്സ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഹസ്ബൻഡിന് ലഞ്ച് പ്രിപ്പയർ ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ ജോലിക്ക് പോവാണെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പം ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ ശരിക്കും ഒരു മൾട്ടി ടാസ്കിങ് ആണ്. ആദ്യമൊക്കെ മുട്ട പുഴുങ്ങാനായിട്ട് ഞാൻ ഡയറക്റ്റ്, അല്ലെങ്കിൽ പച്ചക്കറികൾ വേവിക്കാനായിട്ട് ഡയറക്റ്റ് നമ്മൾ സ്റ്റൗവിൽ തന്നെയാണ് വയ്ക്കാറ്. ഒരുപാട് സാധനങ്ങൾ ഒരേ സമയത്ത് നമുക്ക് കുക്ക് ചെയ്യേണ്ട വരുന്ന സമയത്ത് ഇതുപോലത്തെ ചില ഐറ്റംസ് ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. ഇത് അഗാരോ ബ്രാൻഡിന്റെ എഗ് ബോയിലറാണ്. എൻ്റെ വീട്ടിൽ കാലത്ത് എന്നും മുട്ട പുഴുങ്ങിയതുണ്ടാവും. അതുകൊണ്ട് തന്നെ മുട്ട പുഴുങ്ങാനായിട്ട് എനിക്ക് ഈ ഒരു സാധനം ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുട്ട പുഴുങ്ങുമ്പോൾ സോഫ്റ്റ് ബോയിൽഡ് എഗ്സ് ആണോ വേണ്ടത്, ഹാർഡ് ബോയിൽഡ് ആണോ വേണ്ടത്, മീഡിയം ബോയിൽഡ് ആണോ വേണ്ടത്, അതിനനുസരിച്ച് നമുക്കിതിൽ സെറ്റ് ചെയ്ത് വെച്ച് മുട്ട പുഴുങ്ങാനായിട്ട് പറ്റും. കൂടാതെ തന്നെ വെജിറ്റബിൾസ് ബോയിൽ ചെയ്യാനും ഈ ഒരു എഗ് ബോയിലർ നമുക്ക് ഉപയോഗിക്കാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ചധികം കമ്പാർട്ട്മെന്റ്സ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ആദ്യം തന്നെ മുട്ട വെക്കാനുള്ള ഈ ഒരു എഗ് ട്രേ ആണ്. പിന്നെ അതിന് മുകളിൽ സ്റ്റീം പോകാനുള്ള ഈ ഒരു ലിഡ് വരുന്നുണ്ട്. പിന്നെ വെജിറ്റബിൾസും പോച്ച്ഡ് എഗ്സും ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ട്രേയും വരുന്നുണ്ട്. കറക്റ്റ് അളവിന് വെള്ളം അളന്നെടുക്കാനായിട്ട് മെഷറിംഗ് കപ്പും അതിനടിയിൽ ചെറിയൊരു പിന്നും വരുന്നുണ്ട്, മുട്ടയിൽ ചെറിയ ഹോൾ ഇടാനായിട്ട്. ഏത് രീതിയിലാണ് നമുക്ക് മുട്ട പുഴുങ്ങേണ്ടത്, ഇപ്പൊ ഹാർഡ് ബോയിൽഡ് ആണോ, സോഫ്റ്റ് ബോയിൽഡ് ആണോ, മീഡിയം ബോയിൽഡ് ആണോ, അതിനനുസരിച്ച് നമുക്ക് ഇതിൽ മുട്ട വെച്ചതിന് ശേഷം ഈ ഒരു പവർ സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രം മതി കേട്ടോ. കറക്റ്റ് സമയമാകുമ്പോൾ തനിയെ അതിൻ്റെ ഇൻഡിക്കേറ്റർ, അതായത് പവർ ഓഫ് ആയിക്കോളും. ഇപ്പം ഞാൻ ഹാർഡ് ബോയിൽഡ് എഗ്സ് ആണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. മെഷറിംഗ് കപ്പിൽ കറക്റ്റായിട്ട് 85 ml വെള്ളം നമ്മൾ ഹീറ്റിംഗ് പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മുട്ടയിൽ ചെറിയൊരു ഹോള് നമ്മൾ ഇതുപോലെ അതിൻ്റെ ഈ മെഷറിംഗ് കപ്പിൻ്റെ അടിയിലുള്ള ആ ഒരു പിന്നുണ്ടല്ലോ, അത് വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് 8 മുട്ട വരെ ഒരേ സമയം നമുക്കിതിൽ ബോയിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പവർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ ബ്ലൂ കളർ ഇൻഡിക്കേറ്റർ ഇങ്ങനെ ഓൺ ആയിട്ട് കത്തിക്കൊണ്ടിരിക്കും. വെള്ളം തിളച്ച് മുട്ട പുഴുങ്ങാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ലിഡിലുള്ള ഹോളിലൂടെ സ്റ്റീം ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മളിങ്ങനെ പല ജോലികളും ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ കാലത്ത് മുട്ട പുഴുങ്ങുമ്പോൾ ഞാൻ ഫേസ് ചെയ്യാറുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുമില്ലെങ്കിൽ അത് ശരിക്കും കുക്കാവാതെ വരും, അല്ലാന്നുണ്ടെങ്കിൽ ഓവർ കുക്ക്ഡ് ആയിട്ട് പോവും, ഭയങ്കര ഹാർഡ് ബോയിൽഡ് ആയിട്ട് പോവും. ഇതാവുമ്പോൾ നമുക്ക് എങ്ങനെയാണോ മുട്ട പുഴുങ്ങേണ്ടത്, ഹാർഡാണോ സോഫ്റ്റ് ആണോ അല്ലെങ്കിൽ മീഡിയം ആണോ എന്നുള്ള രീതിയിൽ അതിനനുസരിച്ച് വെള്ളം മെഷർ ചെയ്ത് ഒഴിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു ജോലി മാത്രമേ ഉള്ളൂ. അത് തന്നെ നമുക്ക് മെഷറിംഗ് കപ്പിൽ കറക്റ്റായിട്ട് അളന്നെടുക്കാം കേട്ടോ. ബോയിൽഡ് എഗ്സ് റെഡി ആയി കഴിയുമ്പോൾ കറക്റ്റ് ആ ഒരു ഇൻഡിക്കേറ്റർ ഓഫ് ആവും. ഹാർഡ് ബോയിൽഡ് എഗ്സിന് ഒരു 11 to 15 മിനിറ്റ്സ് ആണ് അതിൽ പറയുന്നത്. കറക്റ്റ് ടൈം ആയപ്പോൾ ഇൻഡിക്കേറ്റർ ഓഫായി. ഇനി ഇതേ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കറക്റ്റ് നമുക്ക് എങ്ങനെയാണോ മുട്ട വേണ്ടത് ആ ഒരു പരുവത്തിന് നല്ല സൂപ്പറായിട്ട് മുട്ട പുഴുങ്ങി വന്നിട്ടുണ്ട്. 500 വാട്ട്സ് പവറിലാണ് ഇത് റൺ ചെയ്യുന്നത്. കൂടാതെ 2 കൊല്ലത്തെ വാറണ്ടിയും ഈ ഒരു പ്രോഡക്റ്റിനുണ്ട്.
ഒരു ബാലൻസ്ഡ് മീൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ബോയിൽഡ് വെജിറ്റബിൾസ് എന്നും ലഞ്ചിന് ഞാനും പ്രിപ്പയർ ചെയ്ത് കഴിക്കാറുണ്ട്. ഹസ്ബൻഡ് ലഞ്ച് പാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയും ഞാൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ കാലത്ത് സമയം നമുക്ക് മുട്ട പുഴുങ്ങി കഴിയുമ്പോൾ ഈ ഒരു ട്രേയിലുള്ള വെജിറ്റബിൾസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതിൽ പറയുന്ന മെഷർമെൻറ്റിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ബോയിൽഡ് എഗ്ഗ് പ്രിപ്പയർ ചെയ്ത പോലെ തന്നെ ബോയിൽഡ് വെജിറ്റബിൾസ് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. പാകത്തിന് നല്ല വെന്ത് പച്ചക്കറികൾ നമുക്ക് സാലഡ്സിനോ അല്ലെങ്കിൽ വെറുതെ പുഴുങ്ങി കഴിക്കാനൊക്കെ ഇതിൽ നമുക്ക് ബോയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ. ഞാനിവിടെ ക്യാരറ്റ്, ബീൻസ് ആണ് എടുത്തത്. ഇതിന് പുറമെ നമുക്ക് കോണ്, പിന്നെ ബ്രൊക്കോളി, അതുപോലെ മറ്റുള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാനായിട്ട് ഈ ട്രേയുടെ ഉള്ളിൽ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ മതി. മുട്ട പുഴുങ്ങാൻ മാത്രമല്ല പോച്ച്ഡ് എഗ്സും നമുക്കിതിൽ പ്രിപ്പയർ ചെയ്തെടുക്കാം എളുപ്പത്തിൽ. അപ്പം അതിനായിട്ട് ഈ ട്രേ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഹീറ്റിംഗ് പ്ലേറ്റിലേക്ക് നേരിട്ട് ഈ ട്രേ നമ്മൾ ഒരിക്കലും വെച്ചു കൊടുക്കരുത് കേട്ടോ. എപ്പോഴും ആ എഗ് ബോയിലിംഗ് ട്രേ വെച്ചതിന് ശേഷം മാത്രം അതിൻ്റെ മുകളിലാണ് ഈ ട്രേ നമ്മൾ എപ്പോഴും വെച്ചു കൊടുക്കേണ്ടത്. എഗ് പോച്ചിങ്ങിനായിട്ട് കറക്റ്റ് 120 ml വാട്ടർ നമ്മൾ മെഷറിംഗ് കപ്പിൽ അളന്നെടുത്തിട്ട് ഹീറ്റിംഗ് പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ എഗ് ബോയിലിംഗ് ട്രേ വെച്ചതിന് ശേഷം പോച്ചിങ് ട്രേ വെച്ചിട്ട് അതിനുള്ളിലേക്ക് കുറച്ച് എണ്ണ നമ്മളൊന്ന് തടവി കൊടുക്കുക. ജസ്റ്റ് എണ്ണ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിൽ ട്രേയിൽ പറ്റി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരേ സമയം നമുക്ക് 4 പോച്ച്ഡ് എഗ്സ് വരെ പ്രിപ്പയർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഓരോ മുട്ടയായിട്ട് ഇതിൻ്റെ ഓരോരോ കമ്പാർട്ട്മെൻറ്റ്സിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ ട്രാൻസ്പെറൻറ്റ് ലിഡ് വെച്ച് കവർ ചെയ്തതിന് ശേഷം നമ്മുടെ പവർ ബട്ടൺ ഓൺ ചെയ്ത് കൊടുക്കുക. 1 ടച്ച് ഓപ്പറേഷനാണ്. ഇതുപോലെ ബ്ലൂ കളർ ഇൻഡിക്കേറ്റർ അപ്പോൾ കത്താനായിട്ട് തുടങ്ങും. സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡി ആയതുകൊണ്ട് ഇതിൻ്റെ ഡ്യൂറബിലിറ്റി കൂടുതലാണ്. പിന്നെ ഇത് ക്ലീൻ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ ഈസിയാണ്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം മുഴുവൻ ഇവാപ്പറേറ്റഡ് ആയി കഴിയുമ്പോൾ പോച്ച്ഡ് എഗ്സ് റെഡിയാവും. തനിയെ ആ ഇൻഡിക്കേറ്റർ ഓഫ് ആവുകയും ചെയ്യും. ഇത് തുറക്കുമ്പോൾ നമ്മൾ കയ്യിൽ ഈ ആവി അടിക്കാത്ത രീതിയിൽ തുറന്നെടുക്കാം. പോച്ച്ഡ് എഗ്സ് റെഡിയായി. ഇതിൻ്റെ ഉള്ളിൽ സ്റ്റീംഡ് വെജിറ്റബിൾസ്, പോച്ച്ഡ് എഗ്സ്, ബോയിൽഡ് എഗ്സ് മാത്രമല്ല മോമോസ് വരെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ ബോയിൽഡ് എഗ്സ് റെഡിയായി. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഫുള്ള് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിട്ടോ. ഇഡ്ഡലി, സാമ്പാർ, ബോയിൽഡ് എഗ്സ്. ഇനി നെക്സ്റ്റ് ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോന് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാനിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് ഈ ബ്രെഡ് ടോസ്റ്റ് ആണ്. ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. കാലത്ത് ഒരു 7:50 ഒക്കെ ആകുമ്പോഴത്തേക്കും മോൻ്റെ സ്കൂൾ ബസ് വരും. അപ്പോൾ അപ്പോഴത്തേക്കും ഞാൻ ഇഡ്ഡലി, സാമ്പാർ രണ്ടും പാക്ക് ചെയ്തു. ഇഡ്ഡലി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കും. പിന്നെ നമ്മുടെ ബ്രെഡ് ടോസ്റ്റും ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് സ്നാക്സിനായിട്ട് പാക്ക് ചെയ്ത് കൊടുത്തു. മിക്ക ദിവസങ്ങളും എൻ്റെ ഹസ്ബൻഡും ഇതേ സമയത്ത് തന്നെ ഓഫീസിലേക്ക് പോവാറാണ് പതിവ്. ഇന്നിപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഓഫീസിൽ പോകുന്നില്ല, വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ഓഫീസിൽ പോകണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ ഹസ്ബൻഡിനുള്ള ലഞ്ച്, അതായത് റൈസ്, പിന്നെ സാലഡ്സ്, പിന്നെ എന്തെങ്കിലും വെജിറ്റബിൾസ്, മെഴുക്കുവരട്ടിയോ തോരനോ അങ്ങനെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് പാത്രങ്ങളൊക്കെ ഒന്ന് പുറത്ത് യൂട്ടിലിറ്റിയിലേക്ക് കൊണ്ടുപോയി വെച്ചു കേട്ടോ. അവിടെയാണ് ഞാൻ കൂടുതലും പാത്രങ്ങൾ കഴുകാറുള്ളത്. നെക്സ്റ്റ് ഈ എഗ് ബോയിലർ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ എഗ് ബോയിലിംഗ് ട്രേയും അതുപോലെ അതിൻ്റെ ലിഡും വെജിറ്റബിൾസ് ബോയിൽ ചെയ്ത ട്രേയും ഒക്കെ നമുക്ക് സാധാരണ സോപ്പ് ഉപയോഗിച്ച് വെള്ളത്തിൽ സ്പോഞ്ചിൻ്റെ സൈഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാം. മെഷറിംഗ് കപ്പ് നമ്മൾ ക്ലീൻ ചെയ്ത് അതിൻ്റെ ആ ഒരു പിന്നുണ്ടല്ലോ അതും നമ്മൾ സേഫ്റ്റി അതിൻ്റെ ലിഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് സൂക്ഷിച്ച് വെക്കാം. ഇതിൻ്റെ ഹീറ്റിംഗ് പ്ലേറ്റ് ഉണ്ടല്ലോ അത് നമ്മൾ വെള്ളത്തിൽ കഴുകാതെ നമ്മൾ എന്തെങ്കിലും ഒരു ടിഷ്യൂയോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുക. വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ച് നമുക്ക് വൃത്തിയാക്കി വെക്കാം. അതിൻ്റെ പുറവും ഇതുപോലെ തന്നെ തുടച്ച് വൃത്തിയാക്കി വെക്കാം. ഇനി അതിൻ്റെ പാർട്സ് ഉണങ്ങിക്കഴിയുമ്പോൾ തിരിച്ചെല്ലാം കൂടി നമ്മൾ എടുത്ത പോലെ തന്നെ നമുക്ക് തുടച്ച് എടുത്ത് റെഡിയാക്കി വെക്കാം. നെക്സ്റ്റ് യൂസിനായിട്ട് ഇതിപ്പോൾ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ബോഡി ഉണ്ടല്ലോ അത് നമ്മൾ ഒരിക്കലും വെള്ളത്തിൽ ഡിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. അഗാര എഗ് ബോയിലറിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ നമ്മുടെ ബിസി മോർണിംഗ്സിന്. ലഞ്ച് പാക്ക് ചെയ്ത് മോൻ സ്കൂളിലേക്കും ഹസ്ബൻഡ് ഓഫീസിലേക്കും പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് എൻ്റെ റൂട്ടീനിലെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. വർക്കൗട്ടിനായിട്ട് ഞാൻ മിക്കപ്പോഴും ജിമ്മിൽ പോവാറുണ്ട്. പിന്നെ ഞങ്ങളിവിടെ കുറച്ച് ലേഡീസ് കൂട്ടമായിട്ട് ചേർന്നിട്ട് സുംബ സെഷൻസ് ഞങ്ങൾ തന്നെ ഓർഗനൈസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഹസ്ബൻഡ് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് എൻ്റെ കൂടെ ജിമ്മിലേക്ക് വരുന്നുണ്ട്. മിക്കപ്പോഴും
വർക്ക് ഫ്രം ഹോം ആണ് ഹസ്ബൻഡ് എന്നുണ്ടെങ്കിൽ ഓഫീസിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ജിമ്മിലേക്ക് വരാറുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാറുള്ളത്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് സമാധാനമായിട്ട് ജിമ്മിൽ നിന്ന് വർക്കൗട്ട് ചെയ്യാം കേട്ടോ. കാരണം ഈ ഒരു വർക്കൗട്ട് കഴിഞ്ഞ് നേരെ പോകുന്നത് നല്ല വിശപ്പോട് കൂടിയായിരിക്കും. സ്ട്രെങ്ത് ട്രെയിനിങ്ങും അതുപോലെ ബേസിക് കുറച്ച് കാർഡിയോയും ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉൾപ്പെടുത്താറുണ്ട്. പ്രീ വർക്കൗട്ട് മീലായിട്ട് ഒരു ബനാനയോ അങ്ങനെ എന്തെങ്കിലുമാണ് കഴിച്ചിട്ട് പോവാറുള്ളത്. നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ തന്നെയുള്ള ജിം ആയതുകൊണ്ട് നല്ല സൗകര്യത്തിൽ നമുക്ക് കുറച്ച് പ്രൈവസിയോട് കൂടി തന്നെ വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ അപ്പാർട്ട്മെന്റിലുള്ള കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഞങ്ങൾ സുംബ സെഷൻസ് ഓർഗനൈസ് ചെയ്യുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് മോട്ടിവേഷൻ ഇല്ല. ഇങ്ങനെ ഗ്രൂപ്പായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞങ്ങൾക്ക് അതിന് പ്രത്യേക ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ വരാതിരുന്നു കഴിഞ്ഞാൽ എന്താണ് വരാത്തതെന്ന് ചോദിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഗുണമുണ്ട് നമ്മളിങ്ങനെ ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത്. യൂട്യൂബിൽ ഏതെങ്കിലും സുംബ വർക്കൗട്ട് സെഷൻസ് ഓൺ ചെയ്ത് വെച്ചിട്ട് അത് നോക്കി ഞങ്ങൾ ചെയ്യാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ സാധാരണ ഡാൻസ് വർക്കൗട്ടുകൾ നോക്കിയിട്ട് ഒരുമിച്ച് കുറച്ചു നേരം ഡാൻസ് ചെയ്യാറുണ്ട്. ഏതെങ്കിലും ഒരു രീതിയിൽ പരസ്പരം മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ ലേഡീസ് എല്ലാവരും കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട് ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ കഴിഞ്ഞൊരു 10-10:30 ആവും ഞാൻ വീട്ടിലേക്ക് എത്താനായിട്ട്. അതിനുശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത്. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഡ്രസ്സും കൂടി മാറുന്നതിന് മുമ്പ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. കാരണം എനിക്ക് അത്രയ്ക്ക് വിശപ്പായിരിക്കും, നല്ല വിശപ്പുണ്ടാവും. ഇത്രയും വർക്കൗട്ടൊക്കെ ചെയ്യുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോട്ടീൻ ആയിട്ട് മുട്ട കഴിക്കുന്നുണ്ട്, പിന്നെ ഇഡ്ഡലിയും സാമ്പാറും. പിന്നെ ഞാൻ ചായയിൽ മധുരം ഇടാറില്ല കേട്ടോ. അപ്പോൾ മോങ് ഫ്രൂട്ട് എക്സ്ട്രാക്റ്റ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതും ചേർത്തിട്ടാണ് ഞാൻ ചായ കഴിക്കാറുള്ളത്. ഇന്നിപ്പോൾ ഹസ്ബൻഡ് വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇപ്പോൾ ഹസ്ബൻഡ് ഓഫീസിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ കാലത്ത് നേരത്തെ കഴിച്ചിട്ട് പോകും. അപ്പം ഞാൻ ഒറ്റയ്ക്ക് വന്നിരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത് അങ്ങനത്തെ ദിവസങ്ങളിൽ. ജിമ്മിൽ പോകുന്നതിന് മുമ്പ് പാത്രങ്ങൾ പറക്കി എല്ലാം യൂട്ടിലിറ്റിയിലേക്ക് ഞാൻ മാറ്റി വെക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ, ക്ലീനിങ് ചെയ്യാനുള്ള പാത്രങ്ങളൊക്കെ. അപ്പം അതിൽ ഹാൻഡ് വാഷ് ചെയ്യാനുള്ള പാത്രങ്ങൾ മാത്രം വെച്ചിട്ട് ബാക്കി ഞാൻ ഡിഷ് വാഷറിലേക്ക് ലോഡ് ചെയ്ത് വെക്കുകയാണ്. സ്റ്റീൽ പാത്രങ്ങളും സെറാമിക്കിന്റെ പാത്രങ്ങളും ഗ്ലാസ് പാത്രങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഡിഷ് വാഷറിൽ ക്ലീൻ ചെയ്ത് കിട്ടും. ബാക്കി നമ്മൾ ഹാർഡ് അനഡൈസ്ഡ് അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഞാൻ കയ്യിൽ തന്നെയാണ് കേട്ടോ വാഷ് ചെയ്യാറുള്ളത്. യൂട്ടിലിറ്റിയിൽ നിന്നാണ് വാഷ് ചെയ്യുന്നത്. ബാക്കി പാത്രങ്ങൾ ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് ഡിഷ് വാഷറിൽ ലോഡ് ചെയ്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി. നല്ല വൃത്തിയായിട്ട് കഴുകി കിട്ടും ഡിഷ് വാഷറിൽ വാഷ് ചെയ്ത് കിട്ടുമ്പോൾ. ബാക്കി ഞാൻ ഇതുപോലെ കയ്യിൽ വാഷ് ചെയ്തെടുക്കുകയാണ്. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആഴ്ചയിൽ 3-4 ദിവസങ്ങളിൽ ഇതുപോലെ മില്ലറ്റ്സ് ആണ് കേട്ടോ കഴിക്കാറുള്ളത്. ചോറിന് പകരം ഇങ്ങനെ മില്ലറ്റ്സ് കഴിക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത കാര്യം, ചോറാണെങ്കിൽ നമ്മൾ കുറച്ച് അധികം കഴിക്കും, മില്ലറ്റ്സ് ആണെങ്കിൽ നമുക്ക് അത്രയും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ ക്വാണ്ടിറ്റി പോർഷൻ കൺട്രോൾ ചെയ്ത് നമ്മൾ കഴിക്കുകയുള്ളൂ. സാധാരണ കാലത്ത് മെഴുക്കുവരട്ടിയോ തോരനോ ഒക്കെ രാവിലെ തന്നെ ഉണ്ടാക്കാറുണ്ട് ഹസ്ബൻഡിന് ലഞ്ച് പാക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് കൊണ്ട്. അപ്പം ഇന്നിപ്പോൾ ഞാൻ ലഞ്ച് ഹസ്ബൻഡിന് പാക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അത് കഴിഞ്ഞിട്ടാണ്, ഈ ഡിഷ് വാഷർ ലോഡിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മെഴുക്കുവരട്ടിയായിട്ട് ബീട്രൂട്ടിൻ്റെ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയത്. അതിനുശേഷം ബേസിക് ആയിട്ടുള്ള ക്ലീനിങ് വർക്ക്സിലേക്ക് കിടക്കുകയാണ് കേട്ടോ. മെയിനായിട്ട് കിച്ചൺ ക്ലീൻ ചെയ്യുക, സ്റ്റൗ ക്ലീൻ ചെയ്യുക, കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുക, പിന്നെ വീടിൻ്റെ ബാക്കി ഏരിയാസിലുള്ള ഡസ്റ്റിങ്, ക്ലീനിങ്. മെയിനായിട്ട് ഡൈനിങ് ഏരിയ, അതുപോലെ ലിവിങ് ഏരിയയിൽ ഇപ്പോൾ കുഷ്യൻസ് ഒക്കെ മാറി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിരിച്ചെടുത്ത് വെക്കുക. പിന്നെ ബാക്കി മെയിനായിട്ടുള്ള ഫ്ലാറ്റ് ഏരിയാസിലുള്ള ഡസ്റ്റിംഗ് ഒക്കെ ചെയ്യുക. പിന്നെ സ്വീപ്പിങ്ങിന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ വാക്യൂം ക്ലീനറാണ് കേട്ടോ. ഈ ബേസിക് ക്ലീനിങ് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ വാക്യൂം ക്ലീനർ ഓൺ ചെയ്ത് വിടുകയാണ്. വാക്യൂം ക്ലീനറാണ് സ്വീപ്പിങ്ങും മോപ്പിങ്ങും ചെയ്യാറുള്ളത്. ചില ദിവസങ്ങളിൽ മാത്രം എക്സ്ട്രാ ക്ലീനിങ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൈവച്ച് സ്വീപ്പിങ്ങും മോപ്പിങ്ങും ചെയ്യാറുണ്ട്. വീട് നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്ന കണ്ടാൽ തന്നെ നമുക്കൊരു പ്രത്യേക എനർജി കിട്ടുന്ന പോലെയാണ്. നല്ല കാമായിട്ടിരുന്ന് നമുക്ക് മറ്റ് ജോലികൾ ചെയ്യാനായിട്ടൊരു ഒരു എനർജി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ വീട് ഓർഗനൈസ്ഡ് ആയിട്ട് പഴയ പോലെ റീസെറ്റ് ചെയ്താലേ അതിനെനിക്ക് പറ്റാറുള്ളൂ. സാധാരണ നമ്മുടെ ഒരു ദിവസം കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡിഷ് വാഷർ അല്ലെങ്കിൽ വാക്യൂം ക്ലീനർ പോലത്തെ സ്മാർട്ട് മെഷീൻസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ.
നമ്മൾ ഷോർട്സിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 2 പ്രോഡക്റ്റ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എൻ്റെ ജോലിയും അതുപോലെ മറ്റുള്ള ഉത്തരവാദിത്തങ്ങളും ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് എന്നെ ഒരുപാട് സഹായിക്കുന്ന 2 പ്രോഡക്റ്റ്സ് ആണ് ഇത് രണ്ടും. ഈ ഒരു സമയം കൊണ്ട് മില്ലറ്റ് കുറച്ച് സോക്കായി വന്നു. അപ്പോൾ ഞാൻ ഇനി അത് വേവിക്കാനായിട്ട് വെക്കുകയാണ്. കുക്കറിലാണ് നമ്മൾ വേവിക്കുന്നത്. ഒരു 3 വിസിലോട് കൂടി മില്ലറ്റ് നല്ല വൃത്തിയായിട്ട് വെന്ത് വരും. ഇതുപോലെ നമ്മൾ പ്രത്യേക ഒരു പാത്രത്തിൽ വെച്ച് മില്ലറ്റ് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പില്ലേജസ് ഒക്കെ കുറച്ച് കുറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ചിന് മില്ലറ്റ്, സാമ്പാർ, പിന്നെ ബോയിൽഡ് വെജിറ്റബിൾസ് നമ്മൾ നേരത്തെ കുക്ക് ചെയ്തുല്ലോ അത്, പിന്നെ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി, ഇത്രയും ചേർത്തിട്ടാണ് ലഞ്ച് കഴിക്കുന്നത്. അപ്പോഴത്തേക്കും ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ലഞ്ച് കഴിക്കാനിരിക്കുന്നത്. ഇപ്പോൾ വീടും ക്ലീനായി, ഞാനും ക്ലീനായി. ഇന്നിപ്പോൾ ഹസ്ബൻഡ് ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണ് ലഞ്ച് കഴിക്കുന്നത്. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ച് പ്രിപ്പറേഷൻ ചെയ്യുന്നത് തന്നെ. അതിനുശേഷം ഞാൻ ഡിഷ് വാഷർ ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. ഫുഡ് കഴിച്ച് കുറച്ച് പാത്രങ്ങളും കൂടി ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. അതും കൂടി വെച്ചതിന് ശേഷം ഡിഷ് വാഷർ ഓൺ ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് വർക്കിനായിട്ട് ഇരിക്കുന്നത്. വീടൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ട് നമ്മൾ എല്ലാ ജോലികളും ഒന്ന് ഒതുക്കിയിട്ട് ജോലി ചെയ്യാനായിട്ടിരിക്കുമ്പോൾ എൻ്റെ പ്രൊഡക്ടിവിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് ഇമ്പ്രൂവ് ആകുന്നതായിട്ട് തോന്നാറുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ചില റൂട്ടീൻസ് ഉണ്ടാവുമല്ലോ. പക്ഷേ ആ റൂട്ടീൻസിൽ ചെറിയ ചില ചേഞ്ചസ് നമ്മളിപ്പോൾ ഒരു ട്രാവലിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ കൊണ്ട് ആ റൂട്ടീൻസിൽ ചേഞ്ച് വരുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ മാറുന്നതായിട്ട് നമുക്ക് തോന്നും. ഈ പറഞ്ഞ പോലെ പല കാര്യത്തിലും നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ എത്രയും പെട്ടെന്ന് പഴയതുപോലെ ആ ഒരു റൂട്ടീനിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു റൂട്ടീൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. ചെറിയ ഹെൽത്തി ഹാബിറ്റ്സ് ആയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരിക. അതിനുശേഷം പൂർണ്ണമായിട്ട് ഒരു നല്ല റൂട്ടീനിലേക്ക് അതിനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോവുക. പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എൻ്റെ മോർണിംഗ് ടു ആഫ്റ്റർനൂൺ റൂട്ടീനാട്ടോ ഇന്ന് കണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ റൂട്ടീൻ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നല്ല വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ലേഡീസ് നോട്ട് പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.